ശ്രീജിത്ത് പണിക്ക, മാളികപ്പുറങ്ങളുടെയും അതുപോലെ അംഗപരിമിതരുടെയും എണ്ണം ഇക്കുറി ഈ സീസണിൽ കൂടിയത് കൊണ്ടാണ് ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞവർ അതേ നാവ് കൊണ്ട് തന്നെ പറയുകയാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കുറഞ്ഞു എന്ന്. അപ്പോൾ പിന്നെ ഈ നിലക്കല്ലും പമ്പയിലും ഒക്കെ തിരക്ക് ഉണ്ടായത് അത് കൃത്രിമമാണോ എന്നതാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? ശ്രീ അനിൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ആ വിഷയത്തിന് പല കാരണങ്ങൾ ഇവരെല്ലാവരും തന്നെ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച കാരണങ്ങളിൽ ഒന്ന്, ഈ പറഞ്ഞതുപോലെ മാളികപ്പുറങ്ങൾ, കുട്ടികൾ കുറേയധികം വരുന്നുണ്ട്, അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, പ്രായമായ ആൾക്കാർ നിരവധി ഇത്തവണ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ ഇരുമുടി ഇല്ലാതെ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇത്തവണ വളരെ കൂടുതലാണ്. അവര് ആത്മനിയന്ത്രണം പാലിച്ച് വീട്ടിലിരിക്കണം എന്നുള്ള രീതിയിലത്തേക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അതേപോലെ തന്നെ കേട്ടു, ഇവിടുത്തെ ഈ 18-ാം പടിയിൽ നിന്ന് ഒരു മിനിറ്റിൽ എത്രത്തോളം ഭക്തരെയാണ് മുകളിലേക്ക് കയറ്റിവിടാൻ സാധിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആശങ്കകളൊക്കെ കണ്ടു. അതിനവസാനം ഈ തിരക്കൊക്കെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് 18-ാം പടിയുടെ വീതി കൂട്ടാം എന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് കണ്ടു. അതുകൂടാതെ ഇതിനെല്ലാം പ്രശ്നം, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ചാനലുകളിലെ ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് CPIയുടെ ആണെന്ന് തോന്നുന്നു ഒരു ദേശീയ വക്താവുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ശബരിമല വികസനത്തിന് വേണ്ടിയിട്ട് വനഭൂമി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പെൻഡിംഗ് ആണ്, അത് കിട്ടാത്തത് കൊണ്ടാണ് അവിടെയുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം തന്നെ ശബരിമലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അഭൂതപൂർവമായിട്ടുള്ള തിരക്ക്, ആ തിരക്കിനെ മാനേജ് ചെയ്യാനായിട്ട് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നതിന്റെ ഒരു അക്നോളജ്മെന്റ് ആയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞത്. അതല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ടത് കാര്യമില്ലല്ലോ. അപ്പൊ ഇന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്തവണ കാര്യങ്ങളൊന്നും തന്നെ മാനേജ് ചെയ്യാൻ കഴിയാതിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു സഡൻ സർജ് എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ചില മന്ത്രിമാർ അതൊരു വിധത്തിലുള്ള ഈ വിഷയങ്ങളെ പറ്റിയുള്ള ഒരു കോമൺ സെൻസ് പോലും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണ് പറയുന്നത്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം, ചെന്നൈയിലെ വെള്ളപ്പൊക്കം, തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെയാണ് ഇവിടത്തേക്ക് കൂടുതൽ ഭക്തർ വരാനുള്ള കാരണം, അതുകൊണ്ടാണ് തിരക്ക് വർദ്ധിച്ചത് എന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടു. പല വക്താക്കളും അത് ചാനലുകളിലൊക്കെ നമ്മൾ പറയുന്നത് കണ്ടു. അപ്പൊ ഈ കാരണങ്ങളെല്ലാം ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തവണ അവിടെ ഒരു പ്രശ്നമുണ്ടായി എന്നതിന്റെ ഒരു അക്നോളജ്മെന്റ് ആയിട്ടും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് പറയുന്നത്. ഇന്ന് വന്നപ്പോഴത്തേക്ക് ഈ നറേറ്റീവ് മുഴുവൻ മാറി. ഇന്ന് ഇപ്പൊ പറയുന്നത് എന്താണ്? അവിടെ പ്രശ്നമൊന്നുമില്ല. മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ ചെന്ന് ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ആൾക്കാരോടൊപ്പം, ചെറിയ കുട്ടികളോടൊപ്പം ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അവിടെ എല്ലാം സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ശ്രീ MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഉള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചില ആൾക്കാർ, RSSകാര് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്, അത് കോൺഗ്രസ്സുകാർ പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ RSS ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്തേനെ? ഇപ്പൊ ഈ RSS ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഈ കുറ്റം അവരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ പറ്റുന്നു. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പറയുന്നത്, ഇതൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പൊ RSSലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിലേക്കോ ഒക്കെ ഈ കുറ്റം കൊണ്ടുവന്ന് ചാരുന്നത് അവസാനമാണ്. അതിന് തൊട്ടു മുമ്പ് ഭക്തരെ തന്നെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി ശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഈ ഇരുമുടി ഇല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്, അവര് ഈ ഇരുമുടി ഉള്ള ആൾക്കാരെ അവിടെ തൊഴുക എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്, അതുകൊണ്ട് അവർ സ്വയം ഒന്ന് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ട് ചെല്ലണ്ട എന്നാണല്ലോ അർത്ഥം. അല്ലാതെ വേറെ ഏത് രീതിയിലാണ് നിയന്ത്രിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും സാധ്യമായ ആൾക്കാരെയും സാധ്യമായ സംവിധാനങ്ങളെയും മുഴുവനും കുറ്റം പറഞ്ഞതിന് ശേഷമാണ് അവസാനം പറയുന്നത് അവിടെ പ്രശ്നമൊന്നുമില്ല, ഇന്ന ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന്. ഇത് എന്നെ ഞെട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ ഞെട്ടിക്കുന്നില്ല. കാരണം വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാനായിട്ട് എനിക്ക് വട്ടൊന്നുമില്ല. അത് തന്നെയുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഈ സർക്കാർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അവരുടെ കയ്യിൽ നിന്ന് പാളിപ്പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്നേ വരെ ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് കോടതികൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള പല സംവിധാനങ്ങൾ, CAG പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രളയത്തിന്റെ കാരണമായിക്കോട്ടെ, കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, പർച്ചേസിലെ തട്ടിപ്പായിക്കോട്ടെ, മരുന്നുകളില്ല എന്നുള്ള കാര്യമായിക്കോട്ടെ, KSRTC ആയിക്കോട്ടെ, എന്തും KTDF, എന്ത് സംവിധാനം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഞങ്ങളുടെ ഭാഗത്താണ് എന്ന് ഇന്നേ വരെ അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റീസൺ എന്ത് പറയുന്നതിൽ കേട്ടിട്ടൊന്നും എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടാകുന്നില്ല. ഇനി അതിന്റെ പിന്തുടർച്ചയായിട്ട് എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കുക. അസാധാരണമായിട്ടുള്ള ആശങ്ക അവിടെ പടർത്തുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തു. പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ പലരും ഇങ്ങനെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. കാണിക്കയിടരുത് ശബരിമലയിൽ എന്നൊരു പ്രചരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ
ചുവട് പിടിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാനായിട്ട് മറ്റുള്ള ചില ആൾക്കാർ ശ്രമിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം, ആ കൊച്ചുകുട്ടിയുടെ ചിത്രം അവിടെ കാണിച്ചുകൊണ്ട് അത് തിരക്കുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് എന്ന രീതിയിൽ ദേശീയ തലത്തിൽ വലിയ ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിൻ നടത്തിയിരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട്, സംഘപരിവാർ സംഘടനകളുണ്ട് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, ഈ ഒരു ചിത്രത്തെ വെച്ചിട്ടായിരുന്നു ഇവിടുത്തെ പ്രശ്നം മുഴുവൻ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന നിലയ്ക്കാണോ ആരെങ്കിലും തന്നെ അഥവാ അതിനെ പ്രചരിപ്പിച്ചെങ്കിൽ പോലും ആ രീതിയിൽ പ്രചരിപ്പിച്ചത്? അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ സത്യാവസ്ഥ ഏതായിരുന്നില്ല. ആ കുട്ടിയുടെ അച്ഛൻ ഇവിടുന്ന് മിസ്സിംഗ് ആയതാണ്, അത് തിരിച്ചുടനെ തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന ഒരു വിഷയമായിരുന്നു. അപ്പൊ അതിനെ തെറ്റായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ട് അങ്ങനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇതിനെ ഒരു സ്ട്രോമാനായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ അത് മാത്രമായിരുന്നു പ്രശ്നം എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ അനുഭവിച്ച, അത് തള്ളുമായി ബന്ധപ്പെട്ട്, ക്യൂ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട്, വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട്, നിലയ്ക്കലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട്, അവിടേക്ക് വാഹനങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും, വഴിയിൽ മനുഷ്യൻ കിടന്നുപോയ അവസ്ഥ വരെ ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തൊടു ന്യായമാണ്. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് പറയാം. കാരണം അയ്യപ്പ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കല്ലും മുള്ളും കാലിക്കും എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ദുരിതം അനുഭവിക്കാൻ വേണ്ടി തയ്യാറായി സന്നദ്ധരായി വരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരെ കൂടുതൽ ദുരിതം അനുഭവിച്ച് അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഞങ്ങൾ എന്നൊന്നും തന്നെ ഇവർ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഒരു ചെറിയ അബദ്ധം, ഒരു മൈനർ എറർ കാണിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ ഇവിടെ എല്ലാം ഇൻ പ്ലേസ് ആണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ ഏകോപനത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി എന്ന്. അതെന്തിനാ സാറേ കൂടുതൽ ഏകോപനം വേണ്ടത്? നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ നിലവിൽ ഈ ക്യൂ കണ്ടെയ്ൻ ചെയ്യാൻ, ഇവിടുത്തെ തിരക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പര്യാപ്തമാണ് എങ്കിൽ പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ സംഘപരിവാറോ അല്ലെങ്കിൽ കോൺഗ്രസോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റായ പ്രചരണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കൂടുതൽ ഏകോപനം അവിടെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അപ്പൊ സാറേ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതുവരെ എവിടെയായിരുന്നു? ഇത് തന്നെയല്ല ഈ കഴിഞ്ഞ ദിവസം എല്ലാ ആൾക്കാരും പറഞ്ഞത്. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പോലീസിലുള്ള ആൾക്കാരടക്കം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അപര്യാപ്തതയുണ്ട്, ഒരു ഷോർട്ട് ഫോൾ ഉണ്ട്. അപ്പൊ ആ ഡെഫിഷ്യൻസി കൊണ്ടാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ചോദിക്കട്ടെ, 18-ാം പടി വഴി 1 മിനിറ്റിൽ 80 ഭക്തരാണ് പോകുന്നത് എങ്കിൽ ആദ്യത്തവണ 70 അതിൽ താഴെയോ 60 ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ഭക്തരുടെ കുഴപ്പമല്ലല്ലോ, അതൊരു നിയന്ത്രിച്ച് നിർത്തുന്ന ആൾക്കാരുടെ കുഴപ്പമാണ്. അതെന്തുകൊണ്ടാണെന്ന് സർക്കാരിനോട് അങ്ങോട്ട് ചോദിക്കണ്ടേ, അല്ലാതെ സർക്കാർ നമ്മളോടല്ല ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ ആൾക്കാരുടെ മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് വിടുന്ന ആൾക്കാരവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെവിടെ? അതാണ് ചോദ്യം. അല്ലാതെ ഞങ്ങൾ ഇവിടെ 49 ലക്ഷം ബിസ്ക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ആൾക്കാർ ഇവിടെ വരുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ബിസ്ക്കറ്റ് തിന്നാനാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ അയ്യപ്പ വരുന്നുള്ള രീതിയിലാണ് പ്രചരണം. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയത്തില്ല ഈ എച്ചിക്കണക്ക് പറയരുതെന്ന്. സത്യം പറഞ്ഞാൽ കോടികൾ അവിടെ കൊണ്ടുവന്ന് ദക്ഷിണയായിട്ട് സമർപ്പിക്കുന്ന, ദേവസ്വം ബോർഡിനും സർക്കാരിനും അല്ലാതെ തന്നെ വരുമാനം നൽകുന്ന രീതിയിലത്തേക്ക് അവിടുന്ന് അപ്പവും അരവണയും ഒക്കെ തന്നെ വാങ്ങിക്കൊണ്ടു പോകുന്ന എത്രയോ ആൾക്കാർ, KSRTCക്ക് തന്നെ വളരെ ഈ നമ്മൾ ഈ പറയുന്നത് പോലെ സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത രീതിയിലുള്ള റേറ്റ് കൊടുത്തുകൊണ്ട് അവിടെ പോകുന്ന ഭക്തരായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ വളരെ വലിയ കോടിക്കണക്കിന് രൂപ നേരിട്ടും പരോക്ഷമായിട്ടും ഒക്കെ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങൾ 49 ലക്ഷം രൂപയുടെ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് തന്നു അല്ലെങ്കിൽ പാർലെ ബിസ്ക്കറ്റ് തന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് 49 ലക്ഷം ബിസ്ക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വന്നത് എന്ന ചോദ്യമാണ് അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അല്ല ഞങ്ങൾ അടുത്ത തവണ ക്യൂ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ കോർണറ്റോ ഐസ്ക്രീം കൊടുത്തു എന്നൊന്നും അല്ലല്ലോ ഇവിടെ പറയേണ്ടത്. നോക്കൂ, ഇവിടെ നിങ്ങൾ ഈ കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ ബ്രെഡ് വാങ്ങാനോ നിങ്ങളുടെ ബിസ്ക്കറ്റ് കഴിക്കാനോ ഒന്നും വരുന്ന ആൾക്കാരല്ല. അതിന് പാങ്ങുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അവർക്ക് സുഗമമായിട്ടുള്ള ദർശന സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഇതില് 2 ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാർക്കും വിശ്വാസത്തിനോടോ അത്തരം ക്ഷേത്ര കാര്യങ്ങളോടോ ഒന്നും തന്നെ ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് പലപ്പോഴും പലരും പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ദേവസ്വം പോലെയുള്ള വകുപ്പുകൾ ഏൽപ്പിക്കുന്നതിന് പകരം അവരുടെ കൂട്ടായിട്ടുള്ള കുറേയധികം പാർട്ടികളുണ്ടല്ലോ, അതിൽ തന്നെ ഇത്തരത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള വിശ്വാസികളോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഈ വകുപ്പ് കൊടുത്തുകൂടാ എന്നൊരു ചോദ്യമല്ലേ. ഇപ്പോൾ അങ്ങനെയുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിന് നിങ്ങൾ ട്രാൻസ്പോർട്ടേ കൊടുക്കൂ എന്നൊന്നും വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഇപ്പൊ അദ്ദേഹം ഒരു വിശ്വാസിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ അദ്ദേഹത്തിനും കൊടുക്കുക.
ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭക്തരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന, ആരാധനാ സമ്പ്രദായങ്ങളോട് താല്പര്യമുള്ള, വിശ്വാസമുള്ള ആൾക്കാർക്ക് ഇത് ഏൽപ്പിക്കാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ തന്നെ മുമ്പ് ശബരിമലയിൽ പോയിട്ടുള്ള സമയം നോക്കുക. അദ്ദേഹം ഇരുമുടി കെട്ടില്ലാത്ത ആൾക്കാർ സംയമനം പാലിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് ശബരിമലയിൽ പോയിട്ടുള്ളപ്പോൾ ഇരുമുടി കൊണ്ടല്ല പോയിട്ടുള്ളത്. അദ്ദേഹം ഇത്തവണ പോയിരിക്കുന്നത് ഈ തിരക്കിനിടയിൽ അദ്ദേഹം അവിടെ പോയല്ലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം. അപ്പൊ അന്നേരം പോയപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുമുടിയൊന്നും കണ്ടില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹം പോകുന്നു. അദ്ദേഹം അങ്ങനെ പോകുന്ന സമയത്ത് ആചാരപരമായിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒഫീഷ്യൽ ഓൺ ഡ്യൂട്ടി ആയിട്ടാണ് അദ്ദേഹം പോകുന്നത്, ശരി തന്നെ. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഈ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്തോ ഹരിവരാസനം പാടുന്ന സമയത്തോ ഒന്നും ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള പിന്നെ ഇൻസ്ട്രക്ഷൻസും നമ്മുടെ ദേവസ്വം ബോർഡ് മാനുവലിലൊന്നും പറയുന്നില്ല. എന്നിട്ടും അദ്ദേഹം അവിടെ വന്നു നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നയാളിന് അവിടെ എല്ലാവരും തൊഴും. അതൊരു ആദരവാണ്, അതൊരു സാമാന്യ മര്യാദ കൂടിയാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ പോയി ചെന്ന് നിൽക്കുകയാണ്. അവിടെ എന്തായാലും കഥകളിയൊന്നും അല്ല നടക്കുന്നത്, അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൈ തൊഴുത് നിൽക്കണം. അദ്ദേഹം കൈ തൊഴുന്നില്ല, ഇങ്ങനെ അദ്ദേഹം കൈയൊക്കെ അല്ലാത്ത രീതിയിൽ വെച്ച് നിൽക്കുകയാണ്. അതിനുശേഷം എന്താ ചെയ്യുക? ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിച്ചതിന് ശേഷം ആൾക്കാരങ്ങനെ ആചാരപരമായിട്ട് അത് കുടിക്കുകയും ശിരസിലേക്ക് നെറുകയിലേക്ക് കൊണ്ടുപോവുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുക? അദ്ദേഹം ചെയ്യുന്നത് ഇതിനെ ഇങ്ങനെ സാനിറ്റൈസർ വെച്ചിട്ട് നമ്മൾ കൈ കഴുകുന്നത് പോലെ അങ്ങ് കൈ കഴുകുക. അങ്ങനെ അനാദരവ് കാണിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ലാത്ത ആൾക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, ഇത് ആർക്കെങ്കിലും ഈ ഒരു താല്പര്യം ഉണ്ടാകണ്ടേ? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. എന്തായാലും ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലല്ലോ അവിടെ പോയിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ താല്പര്യം എന്താണ്? ശബരിമലയിൽ നമ്മുടെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അന്ന് പത്മകുമാർ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഒരു വശം. പേഴ്സണലായിട്ടുള്ള വിശ്വാസവും ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്ത് സർക്കാർ എന്താണ് പറയുന്നത് എന്നതിനെ അനുവർത്തിക്കുന്നതും തമ്മിൽ വലിയ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ദേവസ്വം ബോർഡിന്റെ താല്പര്യം എന്താണ്? ഭക്തരോട്, ആചാരങ്ങളോട്, വിശ്വാസങ്ങളോട്, ക്ഷേത്രങ്ങളോട്, ക്ഷേത്ര പദ്ധതികളോട്, ആരാധനാ സമ്പ്രദായങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിപത്തിയുള്ള, താല്പര്യമുള്ള, ബഹുമാനമുള്ള ആൾക്കാരാണോ ദേവസ്വം ബോർഡിലുള്ളത് എന്നുള്ള ഒരു ചോദ്യമില്ലേ? ആ ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. കാരണം ചക്കുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നവകേരള സദസ് അവിടെ കൊണ്ടുവന്ന ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ, ആ ക്ഷേത്രത്തിന്റെ മൈതാനത്തിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അങ്ങനെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ ഒരു ഓർഡറിനെ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ചക്കുവള്ളി ക്ഷേത്രത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ പരിപാടി നടത്താൻ പറ്റില്ല. എത്രയോ വിധികളുണ്ട്. ഇതിനു മുമ്പ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ വിധികൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കൾച്ചറൽ പ്രോഗ്രാം, ഒരു സാംസ്കാരിക പരിപാടി, ഒരു സോഷ്യൽ പ്രോഗ്രാം, ഒരു സാമൂഹ്യ പരിപാടി നടത്തിയാൽ പോലും അത് ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത, ക്ഷേത്ര ആരാധനയുമായി ബന്ധമില്ലാത്ത കാര്യമാണ് എങ്കിൽ അത് നടത്താൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കൊരു രാഷ്ട്രീയ പരിപാടി, സർക്കാർ പരിപാടി, ഈ പരിപാടികളൊന്നും തന്നെ നടത്താൻ പാടില്ല. അത് ആർക്കറിയാം? ഈ കേസുകളിലെല്ലാം തന്നെ കക്ഷിയായിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് അറിയേണ്ടതാണ്. എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ദാ ഒരു പേപ്പറിൽ നീളത്തിൽ ഇണ്ടാസ് എഴുതി ഒപ്പുവിട്ട് കൊടുത്തിരിക്കുകയാണ്, ദാ നിങ്ങൾ ഇവിടെ പരിപാടി നടത്തിക്കോ എന്ന്. അപ്പൊ ഇവർക്ക് ആരോടാണ് ബഹുമാനം? ഞാൻ നേരത്തെ കുറേയധികം കാറ്റഗറി ആൾക്കാരെ പറഞ്ഞില്ലേ, ഭക്തർ, വിശ്വാസം, ക്ഷേത്രം, ആരാധനാ സമ്പ്രദായം, പദ്ധതികൾ, ഇതിനോട് വിശ്വാസമില്ല എന്ന് മാത്രമല്ല ഈ നാട്ടിലുള്ള നിയമ സംവിധാനത്തിനോട് പോലും ബഹുമാനമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ ഇപ്പൊ വേറെ ഏതൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്? ഇപ്പൊ കടക്കൽ ക്ഷേത്രം, നമ്മുടെ ചടയമംഗലം മണ്ഡലത്തില് നവകേരള സദസ്സ് നടക്കാൻ പോകുന്നത് 20-ാം തീയതി കടക്കൽ ക്ഷേത്രമാണ്. കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീ ശങ്കുറ്റിദാസ്, നമ്മുടെ സുഹൃത്ത് ശങ്കുറ്റിദാസ് കോടതിയിൽ പോയിട്ടുണ്ട്. അത് കോടതിയിൽ കേൾക്കാൻ വേണ്ടിയാണ്. ശാർക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊല്ലത്തേക്കോ ഒക്കെ വരുന്ന സമയത്ത് മുഴുവൻ അടപടലം പരിപാടികളെല്ലാം ക്ഷേത്രത്തിലേക്ക് പോകുന്നു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവസ്വം അനുവാദം നൽകുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അപ്പോ ഈ പരിപാടികൾ ഈ നമ്മുടെ ആരാധനാ സമ്പ്രദായമായിട്ടോ മതപരമായിട്ടോ ഉള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ, എല്ലാവർക്കും ബൈൻഡിംഗ് ആയിട്ടുള്ള നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനോട് പോലും തെല്ലിട അണുവിട ബഹുമാനമില്ലാതെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. അതല്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എന്താണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ 18-ാം പടിയുടെ വീതി കൂട്ടാൻ പോകുന്നതിനെ പറ്റിയാണോ സംസാരിക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഈ 18-ാം പടിക്ക് വീതി ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം? ഇതിനു മുമ്പുള്ള വർഷങ്ങളിലെല്ലാം 18-ാം പടി ഓരോ പടിക്ക് 4 അടി വീതം വീതി ഉണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ വിഡ്ഢിത്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്,
അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു മതവിശ്വാസികൾ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ സംവിധാനമാണ് നിയന്ത്രിക്കുന്നത്. ആ സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന ആൾക്കാരോ, ഇൻഡിപെൻഡന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തിൽ അവരുടെ നോമിനികളായിട്ടിരിക്കുന്ന ആൾക്കാർക്കോ ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെയോ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമത്തിനെയോ യാതൊരു വിധത്തിലുള്ള ബഹുമാനവുമില്ല, പേടിയുമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി. നവകേരള സദസ്സ് വേണോ? നടത്തിക്കോ. അവിടെ നിങ്ങൾ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാക്കണോ? നടത്തിക്കോ. നിങ്ങൾ എന്താ കാലം കരുതി വെച്ച കർമ്മയോഗിയായിട്ടുള്ള പിണറായി വിജയന്റെ പാദസ്പർശം ആ ഭൂമിയിലേക്ക് വരണം എന്ന് പറയുന്നു, നിങ്ങൾ വരുത്തിക്കോ. ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളുടെ, ഹിന്ദു മതവിശ്വാസികളുടെ, ക്ഷേത്ര പദ്ധതികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ വിധിയാണ്. ഈ വിധി ചോദിച്ചു വാങ്ങിയതാണ്, അനുഭവിക്കുക. അതല്ലാതെ വേറെ യാതൊരു കാര്യവും ഇതിൽ പറയാനില്ല. കോൺഗ്രസ് ആണ് ഭരിക്കുന്നെങ്കിൽ എത്ര ഭേദമായിരുന്നു. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പോകില്ല, അവർ ശ്രമിക്കില്ല. അവർ നേരത്തെ ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ കാര്യം പാരട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് CPM-ന്റെ ആരോപണം. നേരെ മറിച്ച് സംഘപരിവാറിനെ ഒന്നും ചിത്രത്തിൽ വെക്കണ്ട, കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് കരുതിക്കോ. കോൺഗ്രസ് ഈ പരിപാടി ചെയ്യുമോ? ചെയ്യത്തില്ല. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം, നേരത്തെ മൂർത്തി പറഞ്ഞതുപോലെ, ഈ മതില് കെട്ടിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം ശബരിമലയിൽ യുവതീ പ്രവേശം ഉണ്ടായതാണ്. അതിന് തൊട്ടു മുമ്പ് നടന്നിരുന്ന നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ വരുന്ന ആൾക്കാർക്ക്, ആക്ടിവിസ്റ്റുകൾക്ക് പ്രവേശിക്കാനുള്ള സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് ദേവസ്വം മന്ത്രിയാണ്. അതിനുശേഷം അദ്ദേഹം അറിഞ്ഞില്ല ഇവരാരും കയറി പോകുന്നത്. അപ്പൊ അന്ന് വനിതാ മതിൽ കെട്ടിയതിനു ശേഷം വിശ്വാസങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് സ്കൂളുകളുടെ മതിലിടിച്ച് പൊളിച്ചതിന് ശേഷം അവിടെ വാഹനങ്ങൾ കൊണ്ട് കയറ്റിയിട്ട് നവകേരള സദസ്സ് നടത്തുന്നു. അതിന് സ്ഥലമില്ലാത്ത സ്ഥലത്ത് അവർ ക്ഷേത്രങ്ങളുടെ മൈതാനത്തിലേക്ക് കടന്നു കയറുന്നു, ഈ നാട്ടിലുള്ള നിയമങ്ങൾക്കെതിരായിട്ട്, കോടതി വിധികളെ മാനിക്കാതെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിധിയാണ് അത് അനുഭവിച്ചവർ. വിധിയെ മാറ്റാനായിട്ട് വില്ലേജ് ഓഫീസർക്കും പറ്റില്ല. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വക്കീലെ, കാനന ക്ഷേത്രമാണ്, അതുകൊണ്ട് തന്നെ വികസിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ നോക്കൂ, നട തുറന്ന് 28 ദിവസത്തിനുള്ളിൽ 144 കോടി രൂപ വരുമാനം ലഭിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ ഒരു കോഴി ഫാമിൻ്റെ കാര്യം പറഞ്ഞു, സ്വാമി ഫാം. അതായത് ഈ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ ഈ കൂട്ടിലെ അടച്ച് ഇടുമല്ലോ, അതുപോലെ ആണ് ഈ ഓരോ ആളിൽ അത് ഒരു തലയ്ക്ക് 60 രൂപ, അങ്ങനെ ഒരു സംവിധാനമാണ് പമ്പയിൽ വിരിവെക്കുന്നതിന് ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. കുറച്ചെങ്കിലും മര്യാദയും മാന്യതയൊക്കെ പുലർത്തേണ്ട വക്കീലെ ഇക്കാര്യത്തിൽ. ഇപ്പം നേരത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം CPM-കാർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പരാമർശമുണ്ടായി. താങ്കളെപ്പോലുള്ളവർ എങ്കിലും ഈ പദവികളിലൊക്കെ വരികയാണെങ്കിൽ കുറെ കൂടി മാന്യതയോടുകൂടി അയ്യപ്പ ഭക്തന്മാരെ കൈകാര്യം ചെയ്യും എന്ന് എന്നെപ്പോലുള്ളവർ കരുതുന്നു. ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ സശ്രദ്ധം കേട്ടു. പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ അയ്യപ്പ ഭക്തന്മാരും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ ഒരു പ്രദേശം അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ ലേലത്തിൽ പിടിച്ച് അവർ ഈടാക്കുന്നതാണ് ഈ സംഖ്യയെങ്കിൽ, അതിന് നിയമപരമായ പ്രാബല്യമുണ്ട് എങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാനില്ല. അതല്ല, അനധികൃതമായി ആ പ്രദേശം കയ്യേറി മറ്റാരെങ്കിലും ദേവസ്വം ബോർഡിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ അനുവാദമില്ലാതെ ചെയ്യുന്നതാണ് ഈ നടപടിയെങ്കിൽ, എനിക്ക് ആ നടപടിയെക്കുറിച്ച് ഞാനിപ്പോൾ ഈ ചാനൽ വന്ന് ഇരുന്നപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതിന് പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും അത് അത്തരമൊരു ചൂഷണം അനുവദിക്കുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലുള്ളതാണെങ്കിൽ ചില സൗകര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം വാങ്ങുക സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കൂടുതലാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. 60 രൂപ വാങ്ങുന്നത് കൂടുതലാണ് എന്നൊരു തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്താണ്? പക്ഷേ അത് ഒരു മാന്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണ്ടേ? ഇത് ഈ മിണ്ടാപ്രാണികളോട് പോലും ഇങ്ങനെയുള്ള ക്രൂരത കാണിക്കില്ല. അല്ല, വിരിവെക്കുക എന്നുള്ളതാണല്ലോ 60 രൂപയ്ക്ക് ഒരു വിരിവെക്കുവാനുള്ള. അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അത് വിരിവെക്കുക എന്ന സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ചാർജ് ഈടാക്കുന്നത്.
അങ്ങനെ ചാർജ് ഈടാക്കുന്നത് അധികമാണ് എന്ന് ഭക്തജനങ്ങൾക്ക് തോന്നുന്ന സാഹചര്യമോ അല്ല മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, രാഷ്ട്രീയ പൊതുപ്രവർത്തകന്മാരായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ശ്രീജിത്ത് പണിക്കറും ഗുരുമൂർത്തിയെ പോലെയിട്ടുള്ള ആളുകൾ, അവർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാം. അതിനൊന്നൊരു തടസ്സം നമുക്ക് പറയാൻ കഴിയില്ല. പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു 5000-ഓളമുള്ള ടോയ്ലറ്റുകൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ബയോ ടോയ്ലറ്റ് ഉണ്ട്, സാധാരണ സ്ഥിതിയിലുള്ള ടോയ്ലറ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ശ്രീ ഗുരുമൂർത്തി പറഞ്ഞത് അവിടെ മാന്യമായി ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ ആത്മാഭിമാനമുള്ള ആളുകൾക്ക് കഴിയുന്ന സാഹചര്യത്തിലല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്താൻ ഞങ്ങൾക്കൊക്കെയുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല, അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യാം. പിന്നെ കുടിവെള്ളത്തെക്കുറിച്ച് കിയോസ്കുകൾ വെച്ച് ധാരാളം വെള്ളം, എത്രയോ കിലോമീറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. അത് മതിയാകാത്ത സാഹചര്യമുണ്ടെങ്കിൽ, അത് പോരാത്ത സാഹചര്യമുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെയും പരിഹാരമുണ്ടാക്കാം. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരൊറ്റൊരു വിഷയം മാത്രമേ ഇവിടെയുള്ളൂ. അത് ആത്യന്തികമായി ഉള്ള ഒരു വിഷയമാണ്. അത് പരിഹരിക്കാൻ തൽക്കാലം നമുക്കാർക്കും നിവൃത്തിയില്ല. അത് പൂർണ്ണമായും രാഷ്ട്രീയമാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെയും അതുപോലെ തന്നെ മന്ത്രിയുടെയും ഒക്കെ കൈകളിൽ നിന്ന് ഇതിനെ മോചിപ്പിച്ചെടുത്ത് നമുക്ക് വേറെ ആളുകളുടെ കൈകളിലേക്ക്, ഡൽഹിയിൽ നിന്നും വരുന്ന ആളുകളുടെ കൈകളിലേക്ക് കൊടുക്കാം എന്നുള്ളതാണെങ്കിൽ നമുക്കതിന് ഒരു പക്ഷേ 2026 വരെ കാത്തു നിൽക്കേണ്ടി വരും എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാം. ഇത് ഗവൺമെന്റിന്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച്, ആ രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രചാരണം എന്ന് പറയിപ്പിക്കാൻ കഴിയുന്ന പ്രചോദനമാകുന്ന തരത്തിലുള്ള വാക്കുകളും വാക്യങ്ങളും വാചകങ്ങളും ആകാതിരിക്കണം എന്ന് ഞാൻ വളരെ കൂടുതൽ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചത് ഇത്രയും നേരം. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയം പറയാൻ ഈ കാര്യത്തിൽ താല്പര്യമില്ല. അനിൽ നമ്പ്യാർക്കറിയാം, ശ്രീ ഗുരുമൂർത്തിക്ക് എന്നെ അറിയാം, അതുപോലെ തന്നെ വലിയ നേരിട്ട് പരിചയമില്ലെങ്കിലും ശ്രീജിത്ത് പണിക്കർക്കും ഈ ചാനൽ ചർച്ചകളിൽ എനിക്കറിയാം. ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളുകളല്ലേ നമ്മളെല്ലാവരും. നമ്മൾക്ക് രാഷ്ട്രീയം പറയാം, അത് വേറെ വേദി. അയ്യപ്പ ഭക്തനെയും അയ്യപ്പ ഭക്തന്മാരെയും അയ്യപ്പ ക്ഷേത്രത്തെയും ആ സങ്കല്പത്തെയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രചരണത്തിന് അതിനെ ഉപയോഗിക്കുന്നത് കുറച്ച് കടന്ന കൈയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനേതായാലും ഇല്ല. അതിനോടൊന്നും താല്പര്യമില്ലാത്തവർ ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ കെടുതികളല്ലേ നമ്മളെപ്പോലുള്ള അയ്യപ്പ ഭക്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് അവരുടെ കൈകളിലേക്ക് ഭരണഘടനയും നിയമങ്ങളും അനുശാസിക്കുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ അവരുടെ കൈകളിലേക്ക് വന്നു പോയിട്ടുണ്ട്. അതിന് പരിഹാരം ജനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പരിഹാരം 24-ൽ പ്രാദേശികമായി സാമൂഹമായും 26-ൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെത് ഉണ്ടല്ലോ. നമുക്ക് ആ അവസരത്തിൽ ഉപയോഗപ്പെടുത്താം. പിന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിയമം അനുവദിക്കാത്ത കാര്യങ്ങൾ, കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇവ എന്തെങ്കിലും ഉള്ളത് ഈ പറഞ്ഞ പരാമർശങ്ങളിൽ വന്നതിനെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഞാനത് അക്കാര്യത്തിൽ കോടതി നിർദ്ദേശത്തെ ലംഘിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്ന് ഗവൺമെന്റിനോട് പറയാൻ ഞാൻ തയ്യാറുമാണ്. അത് അത്തരത്തിലുള്ള ലംഘനങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കണം എന്ന് പറയാനും ഞാൻ മടിക്കുന്നില്ല. ഇത് പക്ഷെ പറയുന്നതൊക്കെ മുഴുവൻ ഒരു രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുക, ഭക്തജനങ്ങളുടെ ആവശ്യങ്ങളെ ചൂണ്ടിക്കാണിച്ച്, അത് ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആ ആവശ്യങ്ങളെ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അച്ചർച്ചയോട് സഹകരിക്കാനുള്ള ഒരു മനോവിഷമം. കാരണം അയ്യപ്പ ഭക്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികമായ പ്രശ്നവുമാണ്. ആ ഭക്തിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന 41 ദിവസത്തിലേക്കെങ്കിലും ഒരു തരം അയ്യപ്പ ഭജനത്തിന് വേണ്ടി നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഈ ചാനൽ ചർച്ചകളിൽ അത്തരം കാര്യങ്ങൾ കടന്നു വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ അവിടുത്തെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കൂ.
അവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കണം. ആ പരിഹാരം ഡൽഹിയിൽ നിന്ന് വരണം എന്നുദ്ദേശിക്കുന്നത് ഡൽഹിയിലും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ്. വ്യത്യസ്തമായ ചിന്താഗതിക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയത്തെ നമ്മൾ വേർതിരിച്ച് കാണുകയും അതിനെ ഒരു മതത്തിൻ്റേത് മാത്രമല്ലാത്തൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ക്ഷേത്രത്തിൻ്റെ ആരാധനാ സങ്കല്പത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ഹിന്ദു മതത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തുന്ന ഒരു വാക്കുകളും വാചകങ്ങളും ഉണ്ടാകുമ്പോൾ വേദന തോന്നുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ഇതിനെ ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യയുടെ സാമൂഹ്യ പ്രക്രിയയോടും ഒത്തുചേർന്ന് നിൽക്കുന്ന സമീപനം ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. വിദ്യാസാഗർ, അല്ല, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ശബരിമല അയ്യപ്പ ക്ഷേത്രം ഒരു ഹിന്ദു മതത്തിന്റെ മാത്രം ക്ഷേത്രമല്ല, ഇടയ്ക്ക് അവിടെ പിന്നെ അള്ളാഹുവും വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ശബരിമല അയ്യപ്പ ക്ഷേത്രം ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ്. ഹിന്ദു താന്ത്രിക പാരമ്പര്യം പേറുന്ന ഹിന്ദു തന്ത്രശാസ്ത്രത്തെ പിൻപറ്റുന്ന ക്ഷേത്രമാണ്. അവിടെ മറ്റുള്ളവർക്കും വരാം എന്നുള്ളത് കൊണ്ട് അത് ഇപ്പൊ അങ്ങയുടെ വീട്ടിൽ ഒരു അഹമ്മദ് ഹാജി വർഷത്തിലൊരിക്കൽ സന്ദർശിക്കുന്നു എന്ന് വെച്ച് അഹമ്മദ് ഹാജിയുടെ വീടാണോ അത്? അല്ല. ഓരോരുത്തരും നമ്മൾ അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ അനിഷേധ്യമായ മൂർത്തി സങ്കല്പമാണ്. ആ ബിംബവും അല്ലെങ്കിൽ അതിന്റെ താന്ത്രിക പ്രക്രിയയും പൂജയും എല്ലാം നടക്കുന്നത് ഇന്നും ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള തന്ത്രശാസ്ത്ര പ്രകാരമാണ്. നമ്മുടെ വീട്ടിലേക്ക് ആളുകൾക്ക് വരാം എന്നുള്ളത് കൊണ്ട് അവരുടേതായി തീരുന്നില്ലല്ലോ നമ്മുടെ വീട്. അതുപോലെ ദേവന്റെ വീടായിട്ടാണ് ഓരോ ഹിന്ദു ക്ഷേത്രത്തെയും സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഗുരുവായൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും മൂകാംബികയാണെങ്കിലും ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വീടായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ ദേവന്റെ ഇച്ഛയും അനിച്ഛയും എന്താണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടവരാണ് തന്ത്രി മുതൽ ദേവസ്വം ബോർഡ് വരെയുള്ള ഓരോരുത്തരും. അത് വ്യത്യാസമൊന്നും അതിലില്ല. അപ്പൊ ദേവന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും അവിടെ പ്രവർത്തിച്ചാൽ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ നമ്മുടെ ഇരുമുടിക്കെട്ടുമേന്തി അവിടെ വരണം എന്നുള്ളത് നിയമമാണ്. മന്ത്രി രാധാകൃഷ്ണൻ നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ച പോലെ മന്ത്രി രാധാകൃഷ്ണൻ ഇരുമുടിക്കെട്ടുമായിട്ടല്ല പോകുന്നത്, ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നത്. അത് അങ്ങേയറ്റം ദേവനിന്ദയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അയ്യപ്പ സ്വാമിയെ നിന്ദിക്കലാണ്. കാരണം സ്വാമി പറഞ്ഞിട്ടുള്ള നിയമമുണ്ട് അവിടെ, വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി വരണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇരുമുടിക്കെട്ടേന്തി വരണം എന്നുള്ളത്. ഇപ്പൊ ചില ആൾക്കാർ അവിടെ കയറിയത് മഞ്ചേരി ബസ് പോലെ ലൈറ്റുള്ള ഷൂ ഒക്കെ ഇട്ടിട്ടാണ്, ഈ സ്കെച്ചേഴ്സിന്റെ ലൈറ്റ് കത്തുന്ന ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ്. പിന്നെ എനിക്ക് മുഖ്യമന്ത്രിയാണോ സംശയം അങ്ങനെ കയറിയത്. അവിടെ അങ്ങനെ കയറിയിട്ടുണ്ട് ചിലര്. അപ്പൊ ഇത്രയും ഇങ്ങനെ വിവരമില്ലാത്ത ആളുകൾ ഭരിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു കാലം കരുതി വെച്ച കാലം എന്നൊക്കെ അദ്ദേഹത്തെ ഇവര് വിശേഷിപ്പിച്ചു എന്ന്. ശരിയാണ്. പക്ഷെ ഇത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന് മേലേക്ക് അത് വരരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹിന്ദു ധർമ്മത്തിന് മേലേക്ക് വന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള ശേമുഷി ഈ ജനാധിപത്യ രാജ്യത്ത് അക്രമമല്ല, മറിച്ച് വോട്ടിംഗ് ആണ്. ഇത് ഞങ്ങൾ പറയുന്നതിന് എന്താണ് തെറ്റ്? ഇപ്പോ പിന്നെ സുരേഷ് ബാബു സാർ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്, നല്ല വായനയുള്ള ആളാണ്, സനാതന ധർമ്മത്തെ പറ്റി അറിവുള്ള ആളാണ്. ഇപ്പൊ സുരേഷ് ബാബു സാറിനത് പറയാം. പക്ഷെ സാറ് പറഞ്ഞൊരു പൊരുത്തക്കേട്, ഞാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പറയുമ്പോൾ ഉടനെ അത് BJPയുടെ ഭരണത്തിൽ വരണമെന്ന് പറയുന്നവർ അദ്ദേഹം വ്യാഖ്യാനിച്ചെടുക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. അത് എത്രത്തോളം സാധ്യതയുണ്ടെന്നോ BJP പിന്നെ എത്ര MLA ഉണ്ടാക്കുമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വിശ്വാസികളോടും ആ വിശ്വാസ സമ്പ്രദായത്തോടും താന്ത്രിക സമ്പ്രദായത്തോടും ബഹുമാനം ഇല്ലാത്തവർ ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന കെടുതികളെ കുറിച്ചാണ്. ഇപ്പോഴത്തെ സർക്കാരിന് എന്തായാലും പ്രഖ്യാപിതമായ ഒരു നിലപാടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏറെ വേദനിപ്പിച്ച അനിൽ നമ്പ്യാറിനും ശ്രീജിത്ത് പണിക്കർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. 2018 സെപ്റ്റംബർ 22 വിധി വന്ന ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് പകച്ചു നിന്ന ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യുവതികൾ അവിടെ കയറും, തയ്യാറായി വന്നാൽ എന്തായാലും കയറും, മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുന്ന കാലഘട്ടമാണ്, സ്ത്രീകൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൂരമായ ചിരി അദ്ദേഹം ചിരിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരമുണ്ട്, യുവതികളെ കയറ്റുക തന്നെ ചെയ്യും അവിടെ എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. അതിനെ, ആ ധാർഷ്ട്യത്തെ ചെറുത്തു തോൽപ്പിച്ച ഒരു സമൂഹമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം. ആ ഹിന്ദു സമൂഹത്തിന്റെ ശ്രദ്ധാമൂർത്തിയായിട്ടുള്ള അതിന്റെ പാരമ്പര്യത്തിൽ ഊന്നിയ ക്ഷേത്രം തന്നെയാണ്, ഹിന്ദു ക്ഷേത്രം തന്നെയാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ ഇപ്പോ എന്ത് ദേവപ്രശ്നം വെച്ചിട്ടാണ് അയ്യപ്പന്റെ ഇച്ഛയായിരുന്നു ഈ 18-ാം പടിയുടെ 2 വശത്തും തെലുങ്ക് സിനിമയിലെ ബാഹുബലിയുടെ സെറ്റ് ഇടാൻ പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പം ദേവന്റെ ഇച്ഛ നോക്കാത്തൊരു സർക്കാർ, ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ്, എല്ലാ കാര്യത്തിലും ഭക്തന്മാർ എങ്ങനെയെങ്കിലും അനുഭവിച്ചോട്ടെ. സുരേഷ് ബാബു സാറിന് വേണമെങ്കിൽ ഞാൻ ആ ചിത്രങ്ങളും വീഡിയോകളും അയച്ചുതരാം. ശബരിമലയിൽ കക്കൂസ് പണിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഓപ്പൺ എയർ ആണ്, സുഖമായിട്ട് കാറ്റ് കൊണ്ടോട്ടെ ഭക്തന്മാരെന്ന് കരുതിയിട്ടാണോന്ന് അറിയില്ല.
ഒരു മറയുമില്ല അവിടെ, അതെ. ഒരു മറയുമില്ലാതെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്രൂരതയല്ലേ? ഈ ഭക്തന്മാരിൽ നിന്ന് ദേവസ്വം കാണിക്കയായിട്ടും മറ്റു രീതിയിലും പിഴിഞ്ഞു വാങ്ങുന്നില്ലേ? വായിൽ വെക്കാൻ കൊള്ളാത്ത അരവണയാണ് ഇതൊക്കെ ഒഴിവ്. അതെ. ആ സാർ പറഞ്ഞോളൂ, സാർ പറഞ്ഞോളൂ. ഗുരുമൂർത്തി, പമ്പയിലാണോ അതോ മേലെയാണോ? മേലെ അല്ല, ഒന്നുമില്ല, ഞാൻ ചോദിച്ചാ പമ്പയിലാണോ അതോ മേലെയാണോ, സന്നിധാനത്താണോ? ഈ രണ്ട് സ്ഥലത്ത് സാർ, താഴെയും മേലെയും ഉണ്ട് സാർ. രണ്ട് സ്ഥലത്തും നിരനിരയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതൊരു ജോലി പോലെ. എനിക്ക് തോന്നുന്നു കരാറ് കൊടുക്കുന്ന ആൾക്കാര് അറിയാതെ ഒരു ഇൻക്വിസിറ്റീവ്നെസ് കൊണ്ട് ചോദിച്ചതാണ്. നാളെ തന്നെ ഞാനത് ബന്ധപ്പെടും. അതുകൊണ്ട് അതിന്റെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്. അതെ അതെ സാർ, ഞാനത് എന്തായാലും സാറിന് അയച്ചു തരാം. പക്ഷെ ഇവിടെ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് വെച്ചാല്, എന്റെ മിനിമം ഇപ്പൊ വഖഫ് ബോർഡ് ഭരിക്കുന്ന ഒരാള്, ആ വ്യക്തിക്ക് ഖുർആൻ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് അയാൾ മദ്രസയിൽ പോയിട്ടുള്ള ആളായിരിക്കണം. ഇസ്ലാമിക സമ്പ്രദായത്തോട് ബഹുമാനമുള്ള ആളായിരിക്കണം. അല്ലാതെ വഖഫ് ബോർഡ് ഭരിക്കാൻ എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ എന്ത് ചെയ്യും? അതുപോലെ ഇവിടെ രാധാകൃഷ്ണൻ മന്ത്രി ആവട്ടെ, ദേവസ്വത്തിന്റെ ആളുകളാവട്ടെ, യാതൊരു പരീക്ഷയുമില്ലാതെ ഹിന്ദു ധർമ്മത്തെ പറ്റി അവർക്ക് എന്തറിയാം, എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നൊരു പരീക്ഷ ഇല്ലാതെയാണ് അവരൊക്കെ ഭരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യേണ്ടതാണ്. അത് പറയുമ്പോഴേക്കും ഉടനെ സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് പറയരുത്. ഹിന്ദു ധർമ്മത്തെ പറ്റി എന്തറിയാമെന്ന് പരീക്ഷിക്കാതെയാണ് ദേവസ്വം ബോർഡിലേക്ക്, വെറും പൊളിറ്റിക്കലായിട്ട് നിയമനമാണ്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണ കാലാവധി വെട്ടിച്ചുരുക്കി അദ്ദേഹത്തെ അപമാനിച്ച് പറഞ്ഞയച്ച പിണറായി വിജയന്റെ പ്രസ്താവനകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ പ്രയാർ ഗോപാലകൃഷ്ണൻ ഹിന്ദു ധർമ്മത്തെ പറ്റി അറിയാം എന്ന് തിരിച്ചറിഞ്ഞ് ഉടനെ പിണറായി വിജയൻ ബാലൻ കെ നായരെ പോലെ വിചാരിക്കുകയാണ് ഇവനെ വളരെ അനുകരിച്ചുകൂടാ, ഉടനെ ഇവനെ അവിടെ ഇറക്കി വിടണം. കാരണം ഹിന്ദു ധർമ്മത്തെ പറ്റി എന്തെങ്കിലും ഒരു ഗന്ധമുള്ളവരോട് ഇരിക്കാൻ പാടില്ല. ഇരുന്നാൽ അരവണയ്ക്ക് രുചി കൂടും, അപ്പത്തിന് കാഠിന്യം കുറയും. ഈ തെലുങ്ക് സിനിമയുടെ സെറ്റ് ഇടാൻ സമ്മതിക്കില്ല, ഈ ഓപ്പൺ എയർ കക്കൂസ് ഉണ്ടാവില്ല, കുടിവെള്ളമെങ്കിലും കിട്ടും, ജനങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് പൂട്ടിയിടില്ല. ഇങ്ങനെ നെറികേട് കാണിക്കുന്ന സർക്കാരിനെ ചോദ്യം ചെയ്താൽ ഉടനെ അത് ഞങ്ങൾ രാഷ്ട്രീയം പറയാമെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം പറയാൻ തന്നെയാണ് തീരുമാനം. അൺടിൽ ദർ ഇസ് എ ചേഞ്ച്, എ സോളിഡ് ചേഞ്ച്, കൃത്യമായ ഒരു മാറ്റം വരുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. 2026 വോട്ടിങ്ങിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, എന്തോ കാര്യമായിട്ട് സംഘടിത വോട്ട് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, വിജയം ഉറപ്പാണെന്ന് തോന്നുന്നു. ഇടവേള, തിരിച്ചു വരാം. ശ്രീജിത്ത്, സമയം വളരെ കുറവേ ഉള്ളൂ. ഈ മാധ്യമങ്ങൾ ഈ സോക്കോൾഡ് പെരുപ്പിച്ച് കാട്ടിയതാണല്ലോ ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. പെരുപ്പിച്ച് കാട്ടിയില്ലെങ്കിൽ ഇന്ന് ഇതേപോലെ ഭക്തന്മാർക്ക് പിന്നെ സൗകര്യപൂർവ്വം ക്യൂ നിന്ന് തൊഴാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, ഭക്തർക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട്, അറിഞ്ഞുകൊണ്ട് ഈ ശബരിമല വിഷയത്തിൽ ഇടപെടുന്ന ഒരു ഭരണസമിതി വിദൂര ഭാവിയിലെങ്കിലും ഉണ്ടാവുമോ? അല്ല, അത് നോക്കൂ, അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഈ LDFന്റെ മിനിസ്ട്രിയിൽ ഒരു നോ നോൺസെൻസ് മിനിസ്റ്ററായിട്ട് കാണുന്ന ഒരാളാണ് പൊതുവെ ശ്രീ കെ രാധാകൃഷ്ണൻ. അദ്ദേഹം അങ്ങനെ ഒരു പല കാര്യങ്ങളിലും അദ്ദേഹം വളരെ ഒരു മിതവാദി, അല്ലെങ്കിൽ മിതമായ ഭാഷണം, അനാവശ്യമായ രീതിയിലുള്ള പദങ്ങളൊന്നും പൊതുവെ ഉപയോഗിക്കാത്ത, സാധാരണ നമ്മൾ കാണുന്ന ഒരു ബ്രാൻഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കാത്ത രീതിയിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് ശ്രീ കെ രാധാകൃഷ്ണനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തന്നെയുമല്ല, ഞാൻ ഒരു തവണ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം SC/ST വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പല കാര്യങ്ങളും നല്ലതാണ്, നല്ല തീരുമാനങ്ങളാണെന്ന് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിട്ടുമുള്ളതാണ്. പക്ഷേ ആ കെ രാധാകൃഷ്ണനെ അല്ല നമ്മൾ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചിന്ത, പൊതുവെ സെൻസിബിളായിട്ട് ചിന്തിക്കുന്ന ഒരാളിന് ഈ വകുപ്പ് കിട്ടുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് സെൻസിബിളായിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എങ്കിൽ അതിനെന്തോ ബാഹ്യപ്രേരണ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പോളിസി അങ്ങനെ ആയിരിക്കാം എന്നല്ലേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരാളിന് 2 മിനിസ്ട്രി ഉണ്ട്, അതിൽ ഒരു മിനിസ്ട്രിയിലെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടക്കുന്നു, മറ്റേ മിനിസ്ട്രി ഇങ്ങനെ ഒരു നാഥനില്ലാത്തതുപോലെ പോവുകയാണ്, അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ? ഇതിൽ ഒന്ന് ലെസർ മിനിസ്ട്രിയും ഒന്ന് ഗ്രേറ്റർ മിനിസ്ട്രിയും അങ്ങനെയൊന്നുമുള്ള ഒരു ഡിഫറൻസിയേഷൻ ഒന്നും ഇത് തമ്മിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഉണ്ടാകുന്നത്, ഇതിൽ ആരുടേതാണ് പ്രശ്നം? ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ ശ്രമിച്ചത് എന്താണ്? നമ്മളിവിടെ ഈ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബസ്സിൽ കയറിയിട്ട് ആൾക്കാരെല്ലാവരും ഇങ്ങനെ ആൾക്കാരെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ട് സന്ദർശിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം, അല്ലാതെ അതിപ്പോ ഈ നറേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ജനം TV വാർത്ത ഉണ്ടാക്കുക, അതിനെ പിന്തുടർന്നുകൊണ്ട് ജയ്ഹിന്ദ് TV അത് സംപ്രേഷണം ചെയ്യുക, ആ രീതിയിലാണല്ലോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചായ്വിനെ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ. പക്ഷെ അങ്ങനെയല്ലല്ലോ.
ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങളും അവിടെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ കണ്ടത് അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ള റിപ്പോർട്ട് കണ്ട ഒരേ ഒരു ചാനൽ കൈരളി മാത്രമാണ്. അപ്പൊ അത് പിന്നെ ഞാൻ ഒരു കോമഡി ഷോ പോലെയാണ് ആ പരിപാടി കണ്ടത്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് നമ്മള് ഇങ്ങനെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം, അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അത് ചില്ലറ തൊലിക്കെട്ടി പോരാ. അത് പറയുന്നത് ആരായാലും. ഇത് ഇവർ പറയുന്നത്, അതാ ഞാൻ ചോദിച്ചത്, ഇത് ഞെട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ എനിക്ക് വട്ടില്ല. കാരണം നമ്മൾ എല്ലാവരും തന്നെ കണ്ടിരിക്കുന്ന നിയമസഭയിൽ ഉണ്ടായിരുന്ന കോലാഹലം, കയ്യാങ്കളി, അവിടെ ഉണ്ടായിരുന്ന തട്ടിൽ കയറിക്കളി, ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഇതും നമ്മൾ എല്ലാവരും തന്നെ കണ്ട സാധനമാണ്. അപ്പൊ അങ്ങനെയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ പറയുകയാണ് അവിടെ പ്രശ്നമില്ലെന്ന്. ഞാൻ ചോദിക്കുന്നു, ശരി, ദേവസ്വവുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിന്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് കരുതിക്കോളൂ. പക്ഷെ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, അതായത് നമ്മുടെ നാട്ടിലുള്ള നിയമത്തിനെ, കോടതിയുടെ ഉത്തരവിനെ എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് അതിന് യാതൊരു വിധത്തിലും മാനിക്കാതെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രഭൂമി, ക്ഷേത്രത്തിന്റെ മൈതാനം, ഇതെല്ലാം തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്നു. ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ ഓർഡറാണ് ഇന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഉത്തരവാദിത്തം, എക്സ്റ്റൻഡഡ് ലയബിലിറ്റി അല്ല ഞാൻ പറയുന്നത്, നേരിട്ടുള്ള ഉത്തരവാദിത്തം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇത് മണ്ടന്മാരൊന്നും അല്ലല്ലോ ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത്. അപ്പൊ ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കിട്ടുന്നു. ആ റിക്വസ്റ്റ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? വഴിയെ പോകുന്ന അണ്ടനോ അടകോടനോ കൊണ്ടു കൊടുക്കുന്ന റിക്വസ്റ്റ് അല്ല. നേരെ മറിച്ച് ഈ റിക്വസ്റ്റ് കിട്ടുന്ന എവിടുന്നാണ്? നവകേരള സദസ്സ് നടത്തുന്ന ആൾക്കാരാണ്. നവകേരള സദസ്സ് നടത്തുന്ന ആൾക്കാരാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ഒരു റിക്വസ്റ്റ് ശരി എന്ന് പറഞ്ഞിട്ട് ഷൂ എഴുതി ഇതിൽ ഒപ്പിട്ടിട്ട് കൊടുക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് എങ്കിൽ, ആ ആള് ദേവസ്വം ബോർഡിന്റെ ആളായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം റിസ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ അതിനൊരു ബാക്കിംഗ് കിട്ടും. ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ് എന്നുള്ള ബോധ്യമുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ എക്സ്റ്റൻഡഡ് ലയബിലിറ്റി അല്ല, ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഈ തീരുമാനത്തിൽ ദേവസ്വം മന്ത്രിക്കുണ്ട്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, പറ്റില്ല, നിങ്ങൾക്കിത് ചക്കുവള്ളി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റില്ല, ഇനി മറ്റ് ക്ഷേത്രങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച പരിഗണിക്കും. അപ്പൊ ഇപ്പോ ഇവരുടെ ഈ ഒരു കാര്യം നിയമപ്രകാരമല്ല, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റദ്ദാക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞങ്ങളുടെ വീഴ്ചയാണ് എന്ന് പറയാനായിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ തയ്യാറാകുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എവിടെയാണ്, ഈ വിശ്വാസത്തിനോട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്നേഹം കാണിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇവിടെ ഈ ശബരിമലയിൽ എന്ത് ക്യാമ്പയിൻ നടത്തിയാലും, ഇപ്പൊ പറഞ്ഞതുപോലെ ഇന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ അവിടെ കാണിക്കിടണ്ട, അവിടെ പൈസ ഇടണ്ട, പല ആൾക്കാരും പറയാറുണ്ട്, പലപ്പോഴും സ്വാമി ശരണമെന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതി മടക്കി അവിടെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചിട്ടുണ്ട്. നോക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയാൽ പോലും അവിടെ ആൾക്കാർ വരും, പണമിടും, അതവിടെ കിട്ടും. ഇപ്പൊ കഴിഞ്ഞ വർഷം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ പണം കിട്ടും. സർക്കാർ അവിടെ എത്ര പണം ചെലവാക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ, നമ്മൾ ഈ ബോക്സ് ഓഫീസ് സക്സസ് എന്നൊക്കെ പറയുന്നത് പോലെ എന്തായാലും ശബരിമല എല്ലാ കാലവും ബോക്സ് ഓഫീസ് സക്സസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും പണം കിട്ടും. എന്നാൽ ഈ വരുന്ന പാവങ്ങളോട്, മിണ്ടാപ്രാണികൾ എന്ന് തന്നെ പറയാം, സ്വാമി ശരണം മാത്രമേ വിളിക്കത്തുള്ളൂ, അല്ലാതെ പലപ്പോഴും മാത്രമാണ് ഡൗൺ ഒക്കെ വിളിക്കുന്നത്. ഞാൻ പറയുന്നത്, അങ്ങനെ വരുന്ന പാവപ്പെട്ട മനുഷ്യരോട് അവർക്ക് അല്പം സാമാന്യമായിട്ടുള്ള സൗകര്യങ്ങൾ അത് നൽകിക്കൂടെ എന്നുള്ളതാണ്. എന്നിട്ട് അത് നൽകാൻ പറ്റുന്നില്ല എങ്കിൽ ആ വീഴ്ച ഓണപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയല്ലേ? ഇവിടെ ശ്രീ പി എം സുരേഷ് ബാബു സംസാരിച്ചു. അദ്ദേഹം ഇത്ര വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ഇതിനെല്ലാം ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാണ്, ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം LDF എന്ന് പറയുന്ന മുന്നണിയിൽ നിൽക്കുന്നെങ്കിലും അദ്ദേഹം ഇന്നും ഒരു LDF കാരനായിട്ടില്ലാത്തത് കൊണ്ടാണ്. പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസം, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നും അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് കോൺഗ്രസിന്റേതാണ്. അതുകൊണ്ട് ഒരു കോൺഗ്രസിന്റെ നേതാവ്, ഒരു രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയാർ ഗോപാലകൃഷ്ണനോ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാനേ ആ സിസ്റ്റം അദ്ദേഹത്തെ പരുവപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. അദ്ദേഹം മറ്റേ ഫോൾഡിലേക്ക് ഇപ്പോഴും വീണിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു കാര്യം മൂർത്തി അത് ഭംഗിയായി പറഞ്ഞു, എന്നാലും അദ്ദേഹത്തിനോട് ഒന്ന് പറയാനുള്ളത്, ശബരിമലയിലുള്ളത് അത് ഹിന്ദു വിശ്വാസങ്ങൾ, ഹിന്ദു ആചാര പദ്ധതികൾ പ്രകാരമുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അല്ലാതെ എല്ലാ മതത്തിന്റെയും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതം ഇല്ലാത്ത കാര്യമല്ല. അവിടെ എൻട്രി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ അവിടെ നടക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നടക്കുന്നതിന് ശരി, പക്ഷെ അങ്ങ് പറയുന്നത് കേട്ടപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്, തെറ്റ്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നമ്മുടെ എല്ലാ കാരണവശാലും, ഏത് കാരണവശാലും അവിടെ തന്ത്രിയും അതുപോലെയുള്ള മേൽസ്വാമി, ഗുരുസ്വാമിയും ഒക്കെ ഉള്ള ആളാണല്ലോ. മേൽശാന്തി ഒക്കെ ഉള്ള ആ ഒരു സമ്പ്രദായത്തിലാണ് പഠിപ്പറയും ഉള്ളതാണ്. ഞാൻ ഒരിക്കലും
ഈ ഹൈന്ദവ ആചാരത്തിൽ നിന്ന് വിരുദ്ധമാണ് അവിടുത്തെ ആചാരങ്ങളെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പറഞ്ഞതിൽ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉദ്ദേശിച്ചതല്ല. ഒരു ക്ഷേത്രം ശരി, അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ബാക്കി മറുപടി പറയുന്നില്ല. അങ്ങ് പറയുന്നത് ഒന്നുകൂടി ഉറപ്പായി. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു ക്ഷേത്രം. തീർച്ചയായിട്ടും അങ്ങ് പറയുന്നതിന് അങ്ങയുടെ എല്ലാവരും എല്ലാവർക്കും പ്രവേശനം അനുവദിക്കുന്ന ഒരു ഭഗവത് ക്ഷേത്രം. അതെ, ഓക്കെ, ചുരുക്കാം നമുക്ക്. അതെ, അല്ല ഞാൻ പറഞ്ഞത് അതെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു മാറ്റം വിദൂര ഭാവിയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള ചില കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഹിന്ദു സാമാജികർ വോട്ട് ചെയ്തിട്ട് ചില ആൾക്കാരെ തെരഞ്ഞെടുക്കുക തുടങ്ങിയ സംഭവങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആചാര പദ്ധതികളോട് കൂറുള്ള ബഹുമാനമുള്ള അതിനെ അനുവർത്തിക്കുന്ന ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം വരുന്നത് എന്നുള്ള ഒരു പരിഷ്കാരം ആ നിയമത്തിലുണ്ട് എങ്കിൽ ഈ പറയുന്നത് പോലെ വിശ്വാസമില്ലാത്തവനും പൂർണ്ണമായിട്ട് ഈ പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള മിനിസ്ട്രിയിലേക്കുള്ള ചാർജിന് വരില്ല, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ വരില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അത് ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടാകേണ്ടതില്ല, ഡൽഹിയിൽ നിന്ന് ആൾക്കാർ വരേണ്ടതില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യം നിലവിൽ നിയമത്തിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ പോലും നിലവിലുള്ള ആൾക്കാർ ചിന്തിക്കണം. പക്ഷെ അത് ശ്രീ PM സുരേഷ് ബാബുവിനെ പോലെയുള്ള ആൾക്കാരല്ല അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തൽക്കാലം പ്രതീക്ഷയില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആത്യന്തികമായ അയ്യപ്പ ഭക്തന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർ എങ്കിലും ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യണം എന്ന അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.